അങ്ങനെ ഒരുപാട് ശേഷം നമ്മൾ വീണ്ടും ഒരു സോളോ ക്യാമ്പിങ്ങിന് വന്നിട്ടുള്ളത്. എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ തെരുമല ഒറ്റയ്ക്കുള്ളത്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഞാനും സായിജും പിന്നെ അശ്വിൻ എന്ന് പറഞ്ഞ ഞങ്ങൾ കൂടി പാലുകാച്ചിപ്പാറയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നമ്മൾ 3 പേരും വീണ്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ സായിജ് വേറെ ട്രിപ്പിലായി. മറ്റവന് ജോലിയുടെ കുറച്ച് തിരക്കിലായിട്ട് അവരില്ല. സോ ഈ ട്രിപ്പ് സോളോ അടിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. സോ വി ആർ ഓൺ ദ വേ. എൻ്റെ ഫസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ക്യാമ്പിങ് ബാഗൊക്കെ ആയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് സോളോ ക്യാമ്പിംഗ് ആണ്. പേടിയുണ്ട് വെച്ചാൽ പന്നീൻ്റെ ചെറിയ സീനുണ്ട്. അപ്പോൾ ഞാൻ താഴത്തെ അവിടെ വീട്ടിൽ നിന്നൊരു കത്തിയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. കറിക്കരിയാനാണെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസായി. ഇറ്റ്സ് ടേക്കിംഗ് ദിസ് റിസ്ക്. അമേസിങ് ടോർച്ച് സെറ്റപ്പ് അവിടെ. പക്ഷേ ഈ സാധനം കുറച്ച് ഇവിടെ ചെറിയൊരു പ്ലേ ഉണ്ട് ആ ടിക്കിന്. എൻ്റെ മോനെ ഇതാ വഴിയൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ എവിടെയെന്ന് വെച്ചാൽ ഗ്യാപ്പ് കിട്ടി ഇവിടെ ടെൻ്റ് അടിക്കുകയാണ്. മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കാരണം മുമ്പോട്ട് വഴിയുണ്ട്, എവിടെ ടെൻ്റ് അടിക്കണമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഒരു ചെറിയ നല്ല ടെൻ്റ് അടിക്കാനുള്ള ഗ്യാപ്പിൻ്റെ ഇവിടെ എത്തും. ബാക്കി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് വെളിച്ചം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അതാണ് ബെറ്റർ. ഈ ഒരു ക്യാമ്പിങ്ങോട് കൂടി എങ്ങനെ ക്യാമ്പിങ് ചെയ്യരുത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ സെലക്ട് ചെയ്ത പ്ലാറ്റ്ഫോം ഒട്ടും ലെവലല്ലായിരുന്നു. ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരു ക്യാമ്പിംഗ് ആയിരുന്നു. സോ ഇനി മുന്നോട്ടുള്ള യാത്രകളിൽ നല്ല രീതിയിലുള്ള ക്യാമ്പിംഗ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. നിങ്ങളിപ്പോൾ ഞാൻ ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ, പുറത്തെന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. സോ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഇവിടെയാണ് റേഞ്ചില്ല. ഓക്കെ, നാളെ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് നല്ല വിളിയായിരിക്കും. സോ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാം. കുക്കിങ്ങിൻ്റെ സാധനം ഗ്യാസ് ഇങ്ങനെ ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇത് പട്ടി കുരക്കണയോ പന്നിയുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. സീനാണെന്ന് തോന്നുന്നു. നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ചാർജ് തീർന്നേക്കോട്ടോ. ഭയങ്കര സീൻ. ട്രക്കിങ്ങിന് കയറുമ്പോൾ ഞാൻ കയ്യിൽ ബ്രെഡ്, ഉള്ളി, തക്കാളി, മുട്ട എന്നിവ വാങ്ങിച്ചായിരുന്നു പോയിരുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ എനിക്ക് മുട്ട ഓംലെറ്റ് അടിക്കാനേ തോന്നിയുള്ളൂ. കാരണം അതിന് മാത്രമുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ചെറിയ പേടിയോടെയായിരുന്നു അന്ന് രാത്രി കഴിഞ്ഞു കൂടിയത്. ഓംലെറ്റ് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് താഴെ നിന്ന് കൊണ്ടുവന്ന ചെറിയ കടലയുണ്ടായിരുന്നു, അത് കഴിച്ചു. അത്രയും കഴിച്ച് ഞാൻ വിശപ്പടക്കി. ഗ്യാസിൻ്റെ ഫസ്റ്റ് ടെസ്റ്റിംഗ് നടന്ന ക്യാമ്പിംഗ് ആയിരുന്നു ഇത്.
അങ്ങനെ ഭക്ഷണവും കഴിച്ച് ഞാൻ ടെൻറ്റിൽ കയറി കിടന്നു. രാത്രി കുറച്ച് പേടിപ്പെടുത്തുന്നതായിരുന്നെങ്കിലും രാവിലത്തെ വ്യൂ മെസ്മറൈസിങ് ആയിരുന്നു. അങ്ങനെ സൂര്യോദയം കണ്ട് വഴിയും തെറ്റി 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മലയുടെ മുകളിൽ കിടന്ന് ഞാൻ അലഞ്ഞു. അങ്ങനെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും തെറ്റായ വഴികളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. അങ്ങനെ നല്ല വഴി വിട്ട് ഞാൻ ഏതോ കൂറ വഴിയിലൂടെ ഇറങ്ങി. അവസാനം ചുറ്റിപ്പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിയത്, അതും ഓട്ടോയും പിടിച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ ഞാനും ഓട്ടോമാറ്റിക്കായി ട്രൈ ചെയ്യുന്നതാണ്.